ഇനിയില്ലേ നമുക്കില്ലേ ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടാ. അപ്പൊ ഞാനില്ലേ പിന്നെ എടുത്തേക്കണ പൊടിയില്ലേ സാധാരണ നമ്മുടെ പൊൻകതിരിന്റെ പൊടി അപ്പത്തിനും പത്തിരിക്കൊക്കെ നമ്മൾ എടുക്കൂലേ ആ പൊടിയാണ് എടുത്തേക്കണം. ഇതിൽ നിന്ന് നമുക്കൊരു 2 കപ്പ് പൊടിക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഞാൻ 2 കപ്പ് പൊടി എടുക്കാം കേട്ടാ. അപ്പൊ ആ പൊൻകതിരിന്റെ പൊടി വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇടിയപ്പം കിട്ടും. രണ്ട് കപ്പ് പൊടി കേട്ടാ. അപ്പൊ ഇല്ലേ ഈ നമ്മളെടുത്ത പൊടിയില്ലേ ആ കപ്പിന് തന്നെ ഒരു 4 കപ്പ് വെള്ളം ഇട്ടാ ഞാൻ എടുക്കണത്. അപ്പൊ 4 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടാ. ഇതിലോട്ട് നമുക്കൊരു 1/2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്കില്ലേ ഈ പിന്നെ 2 കപ്പ് പൊടിക്ക് 4 കപ്പ് വെള്ളത്തിന്റെ ആവശ്യം വരൂല. ഞാൻ പൊടി നേരിട്ടല്ല ഇതിലിട്ട് വാട്ടണതേ, കുറച്ചേ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കണത്. അപ്പൊ എത്ര ഇത് വെള്ളം വരുമെന്ന് നമുക്ക് നോക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റവ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് സ്റ്റവ് ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കണില്ല കേട്ടാ. കാരണം നമ്മൾ ഇതിലിട്ട് പൊടി കുഴക്കണില്ലല്ലോ. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് കുഴച്ചെടുക്കാം കേട്ടാ. ഒരു തടിത്തവിയാ നിങ്ങളുടെ അടുത്ത് എന്തെന്നാണുള്ളത്, അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി കോലിൻ്റെ അതായാലും മതി. എന്നിട്ടെടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളമൊട്ടും കൂടിയും പോകരുത്, എന്നാലാ കുറഞ്ഞു പോകരുത്. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴേ നമുക്ക് ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് നന്നായിട്ട് പീച്ചെടുക്കാൻ പറ്റുള്ളൂ. വെള്ളം കൂടിപ്പോയാൽ അത് ഇങ്ങനെ കട്ടയിട്ട് വരും. അതെല്ലാം കുറഞ്ഞു പോയാലാ ഇടിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഒരു ചൂട് ഇപ്പൊ അധികം ചൂടുണ്ടെങ്കിൽ ആ ചൂടൊന്ന് പയ്യെ ആറിയതിന് ശേഷം, കുറെ അങ്ങോട്ട് ആറിപ്പോവരുത്, ആ ചൂടൊന്ന് പയ്യെ ആറിയതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ചൂടുണ്ട് എന്നാലും ആ ചൂട് കൈ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചൂട് ഒരു ഇത് വരുമ്പോൾ അതനുസരിച്ചിട്ട് കുഴച്ചെടുക്കണം, കൈ കൊള്ളാത്ത രീതിയിൽ കേട്ടാ. അപ്പൊ എനിക്ക് ബാക്കി ഒരു 3/4 കപ്പോളം വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നോക്കിയേ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. അല്ലേ, ഇത് പിടിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ട ഇതേപോലെ കുഴച്ചെടുക്കണം. ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴില്ലേ എപ്പോഴും നമ്മൾ ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് മൂടി വെക്കണം. ഇത് ആ നേരിയ ചൂടിന് തന്നെ നമുക്ക് പീച്ചെടുക്കണം. എന്നാലേ നന്നായിട്ട് അച്ചിന്ന് കിട്ടുള്ളൂ. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോരാനൊക്കെ ഇത്തിരി താമസമുണ്ട്. അപ്പം എപ്പോഴും ആ നേരിയ ചൂടിന് തന്നെ പീച്ചെടുക്കണം കേട്ടാ. നമുക്ക് ഇടിയപ്പത്തിന് ഒരു മുട്ടക്കറി വെക്കാം കേട്ടാ. അപ്പം ഞാൻ 5 മുട്ട എടുക്കണം കേട്ടാ. വെള്ളം ഇതിനോടില്ല നമുക്ക് ഉപ്പിട്ടിട്ട് നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം. ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ മറ്റേ നെക്കിപ്പരിയാണ് അച്ചാണെങ്കിൽ അതിലും ഉണ്ടാക്കാം. ഇത് ഇങ്ങനെ തിരിക്കണ അച്ചാണ്, അതിലും നല്ല ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടോ.
അപ്പോൾ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഇല വെച്ചിട്ട് അതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വാഴയില വെച്ചത് ഇത്തിരി വലിപ്പം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഇഡ്ഡലി തട്ടിലിൻ്റെ കുഴിയില്ലേ അതിലുണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ വാഴയിലയിൽ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണോ ഒരു ടേസ്റ്റും ആണല്ലോ. പിന്നെ എനിക്കിത് വീഡിയോ പിടിക്കാൻ വേണമല്ലോ, അപ്പം അതിനാണ് ഞാൻ ഈ വാഴയില വെച്ചത് കേട്ടോ. നമ്മുടെ ഇഡ്ഡലി തട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ആ 3 തട്ടിലും വെച്ചിട്ട് ആ കുഴിയിൽ വെച്ചിട്ട് പെട്ടെന്ന് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ ആവി വന്നതിന് ശേഷം നമ്മൾ ഇടിയപ്പം വെച്ച് കൊടുക്കാവോ കേട്ടോ. അതല്ലെങ്കിൽ എന്താണ് ആ തണുത്ത വെള്ളത്തിൽ തട്ട് വെച്ചിട്ട് ഇടിയപ്പം വെച്ച് കൊടുക്കരുത്. ആവി വന്നതിന് ശേഷം വെച്ച് കൊടുക്കണം. മൂടി വെച്ചിട്ട് അടുത്തതും കൂടി തീച്ചെടുക്കാം. എന്നിട്ട് ഒരു 10 സെക്കൻഡ് ഇതൊന്ന് ആവി വന്നിട്ട് അടുത്തതും കൂടി വെച്ച് കൊടുക്കാം. പത്ത് സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇടിയപ്പം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം ഓരോന്ന് എടുത്ത് മാറ്റാം. അപ്പം നമ്മൾ നേരത്തെ വാഴയിലയിൽ പീച്ചിയ പോലെ തന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ തട്ടില്ലേ, ഈ തട്ടില്ലേ കുഴിയുള്ള തട്ട്, അതിലും നമുക്ക് പീച്ചെടുക്കാം കേട്ടോ. അപ്പം ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പീച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇനി ഇത് കാസറോളിലോട്ട് എടുത്ത് വെക്കാം. ഞാനിപ്പോൾ ഇത് യെല്ലോ ഒന്ന് മാറ്റണില്ല കേട്ടോ, ഇങ്ങനെ തന്നെ വെക്കണം. ഇനി മുട്ടക്കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 3 വലിയ സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള നല്ല പോലെ വഴറ്റിയെടുക്കാം. സവാളയുടെ കളറെല്ലാം മാറി നല്ല സോഫ്റ്റായിട്ട് വരണ വരെ നമുക്കിത് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നല്ല പോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണ വരെയും വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് 3 പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി 2 വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. പുതിയ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം ചേർത്ത് 1 മിനിറ്റ് ഇതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റി പൊടിയുടെ എല്ലാം ആ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കറി കുറച്ച് ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിന് കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി 1 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഇത്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇത് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് മുട്ടക്കറികളിൽ ഒന്നായിട്ട് ഇത് മാറും. അപ്പോൾ ഇത് ഇടിയപ്പത്തിന് മാത്രമല്ല അപ്പത്തിനും ദോശയ്ക്കും
ചോറിനും കഴിക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ 2 റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.